കേരളത്തിലെ കാഴ്ചപരിമിതർക്കായി കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ആരംഭിച്ച ബ്രെയിലി സാക്ഷരതാ പദ്ധതി ദീപ്തി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, പഠനത്തിൽ മികവ് പുലർത്തുന്നവരും ഭവനരഹിതരുമായ പഠിതാക്കളെ കണ്ടെത്തി അവർക്ക് വീട് വെച്ചു കൊടുക്കുന്നതിനായി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിച്ച പദ്ധതി ഒപ്പം. നെൽകർഷകനും പരമ്പരാഗത വിത്തുകളുടെ സംരക്ഷകനുമായ ഏതു വ്യക്തിയാണ് കേരള സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവിയിലൂടെ ആദരിക്കപ്പെട്ടത്? ചെറുവയൽ രാമൻ, വയനാട്. 2 ചിഹ്നഗ്രഹങ്ങൾ കണ്ടെത്തിയ കാസർഗോഡ് സ്വദേശിയായ 14 വയസ്സുകാരൻ സൂര്യനാരായണൻ. ചിഹ്നഗ്രഹങ്ങൾ 2023 VB20, 2023 WT48. കാടിറങ്ങി ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന വന്യമൃഗങ്ങളെ തുരത്താൻ കോട്ടയം വലവൂരിലെ IIT വികസിപ്പിച്ച ഡ്രോൺ അസ്ത്ര V1. കേരളത്തിലെ രാജ്ഭവൻ ഇനി മുതൽ ഔദ്യോഗികമായി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ലോക് ഭവൻ. കേരള ബാങ്കിന്റെ സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് ബുക്ക്മാർക്ക് സ്ഥാപിച്ച കേരളത്തിലെ ആദ്യ ബുക്ക് ബൈൻഡിംഗ് മെഷീൻ സ്ഥാപിതമായത് എവിടെയാണ്? തിരുവനന്തപുരത്ത് കൈരളി തിയേറ്റർ വളപ്പിൽ. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ തലച്ചോർ തീനി എന്നറിയപ്പെടുന്ന അമീബയുടെ വകഭേദം ഏതാണ്? നെഗ്ലേറിയ ഫൗലേറി. അമീബിക് മസ്തിഷ്ക ജ്വരം പ്രതിരോധിക്കാൻ ചികിത്സാ മാർഗരേഖ തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം കേരളം. കേരളത്തിൽ ഒരു നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും നീളമുള്ളതും വലിപ്പമുള്ളതുമായ പാലം കുമ്പിച്ചൽ കടവ് പാലം, തിരുവനന്തപുരം. വളർത്തുമൃഗങ്ങളെയും പക്ഷികളെയും ഓൺലൈനിലൂടെ വിൽക്കുവാനും വാങ്ങുവാനും സർക്കാരിൻ്റെ ഓൺലൈൻ സ്റ്റോർ സജ്ജമാക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം. ആദിവാസി കർഷകർ മാത്രം ഓഹരിയുടമകളായി ആരംഭിച്ച കമ്പനിയിലൂടെ ആദിവാസി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനായി വികസിപ്പിച്ച പുതിയ ബ്രാൻഡിന് നൽകിയ പേര് ആതിരപ്പള്ളി. തദ്ദേശ സ്വയംഭരണ വകുപ്പും സംസ്ഥാന ശുചിത്വ മിഷൻ സംയുക്തമായി സംഘടിപ്പിച്ച വൃത്തി 2025 ദേശീയ കോൺക്ലേവ് വേദി, കനകക്കുന്ന്, തിരുവനന്തപുരം. ഹരിതഭാവിക്കായി സാങ്കേതിക പരിവർത്തനം എന്ന വിഷയം മുൻനിർത്തി നടത്തുന്ന 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി, തൃശൂർ. കിടപ്പ് രോഗികളായ എല്ലാവർക്കും പരിചരണം ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി കേരള കെയർ. രാജ്യത്താദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനസ് ക്ലിനിക്കുകൾ ആരംഭിക്കുന്ന സംസ്ഥാനം കേരളം. ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന ലോക തേക്ക് കോൺഫറൻസിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം കേരളം, കൊച്ചി. കേരളത്തിൽ നിന്ന് ആദ്യമായി ഏതു രാജ്യത്തേക്കാണ് കുരുമുളക് തൈകൾ കയറ്റുമതി ചെയ്യുന്നത്? ഉഗാണ്ട. ആഫ്രിക്കൻ രാജ്യമായ ഉഗാണ്ടയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കുരുമുളക് തൈകൾ ഏതൊക്കെയാണ്? കരിമുണ്ട, പന്നിയൂർ 1. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ പ്രത്യേക ശ്രദ്ധ നേടിയ കേരളത്തിലെ കാപ്പി ഇനം റോബസ്റ്റ കാപ്പി. ജീവിതശൈലി